PC വിശ്വനാഥിനെ നേരിടുന്നത് നമ്മുടെ സജികുമാറാണ്. സജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സജി. സജി ഇവിടെ ഇവിടെയുണ്ട്. ഇടതുപക്ഷത്തെ നോക്കാൻ പാടുള്ളൂ. ഞാൻ നോക്കിയത് വലതുപക്ഷത്തോട്ടായി പോയി. എന്നും അടിയുറച്ച് ഇടതിനോടൊപ്പം. അതാണ് സജി. എനിക്കൊരു 10-40 വർഷമായി ഈ മേഖലയിൽ പൊതു പ്രവർത്തനത്തിൽ. 41 വർഷമായി. അടിമുടി കുണ്ടറക്കാരനാണ്. എത്ര ദൂരമുണ്ട് വീട്ടിലോട്ട്? എന്റെ വീട്ടിലേക്ക് 2.5 കിലോമീറ്റർ ഉള്ളൂ. 2.5 കിലോമീറ്റർ. കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ സജി വളരെ വളരെ പ്രിയപ്പെട്ടയാളാണ്. മാത്രമല്ല അവരുടെ നേതാവും കൂടിയാണ് താങ്കൾ. താലിക്കൂണിന്റെ പ്രസിഡന്റാണ്. പിന്നെ 3 കശുവണ്ടി ഫാക്ടറിയിലെ ചുമതലക്കാരനാണ്. രാവിലെ നേരം മുടക്കുന്ന എന്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്ന ഫാക്ടറിയിൽ നിന്നാണ്. അപ്പൊ ആ തൊഴിലാളികളുടെ വോട്ട് അപ്പടി പറ്റിയിലാവൂ. ഉറപ്പാണ്. അവര് അപ്പുറത്ത് നിൽക്കുന്നത് PC വിശ്വനാഥാണ്. ഒരു പ്രശ്നമല്ല. കാര്യം ഞാൻ തൊഴിലാളികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതിലുപരി 3 തവണ നിരാഹാരം കിടന്നു. ഇവിടുത്തെ തൊഴിലാളികളെ എല്ലാ നിയമനിഷേധങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ സമരം നടത്തി അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നതാണ്. അപ്പൊ ഒരു ചായ ആയാലോ? കടുപ്പം കൂട്ടി വേണം, കടുപ്പം കുറച്ച് വേണം? കടുപ്പത്തിൽ തന്നെ കുടിക്കാം. കടുപ്പത്തിൽ തന്നെ വേണം. നല്ല കടുപ്പമുള്ള മത്സരമായുണ്ട്. 2 കടുപ്പമുള്ള ചായ. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ ഈ പെട്ടി കാണുന്ന സമയത്തെ നമുക്ക് ഒരു സന്തോഷം അല്ലെ? ഞാൻ എടുക്കാം. ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത്? ഇലയപ്പം. ഓട്ടട എന്ന് പറയുന്നു ഇല്ലേ? അത് കൊല്ലത്തുകാരുടെ മാത്രം ലാംഗ്വേജാ. ഓട്ടട. നിങ്ങൾ എന്തോ ഓട്ടട എന്ന് ചോദിക്കും. ഓട്ടട. ഇത് ചുട്ടെടുക്കുന്നത്, ഇത് പുഴുങ്ങിയെടുക്കും. ചുട്ട്, അതായത് തവയിൽ വെച്ചിട്ടിങ്ങനെ ചുട്ടെടുക്കുന്നത് ഓട്ടട. അതിന് അകത്ത് ശർക്കര തേങ്ങയൊക്കെ വെക്കും. അത് പുഴുങ്ങിയെടുത്താൽ എന്തായി? ഇലയപ്പം. അതാണ്. അപ്പൊ ഇവിടുത്തെ ചില പ്രത്യേക സ്റ്റൈലുകൾ. ഇവിടുത്തെ ഈ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ട് അല്ലേ? ഇവിടുത്തെ ഇഡ്ഡലിക്കകത്ത് മുളകും ഇഞ്ചിയൊക്കെ ചിലപ്പോൾ ഇല്ലേ? കറിവേപ്പിലൊക്കെ ചെയ്യും. ലോകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഇഡ്ഡലി വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല. കൊണ്ട്രയിൽ നമ്മുടെ ഈ ശാസ്താംകോട്ട, അഞ്ചൽ, കുളത്തൂപ്പുഴ ഈ ഭാഗങ്ങളിലൊക്കെ വന്നാൽ അങ്ങനെയുള്ള ഇഡ്ഡലി കാണാൻ പറ്റും. അപ്പൊ നല്ല അതുപോലെ കരിമീനും കളിമണ്ണും കശുവണ്ടിയും കയറും എല്ലാം ഉള്ളതാണ്. എല്ലാം കഥ പറയുന്നതാണ്. എല്ലാം കഥ പറയുന്ന നാടാണ്. ലോകോത്തരമായി അധികം കഥ പറയുന്ന പോലെ, ആര് നമ്മുടെ സാംബശിവൻ കഥ പറയുന്നത് പോലെ കൊണ്ട്രയ്ക്ക് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കേട്ടോ. കൊണ്ട്ര വിളംബരം കേട്ടിട്ടില്ലേ? അങ്ങനെ ചരിത്രം ഒരുപാടുണ്ട്, പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഈ നാട്ടുകാർക്ക് പറയാനും കഥകൾ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ 10 വർഷം സർക്കാർ മാറണമെന്ന് പ്രതിപക്ഷം, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം. എന്താ തോന്നുന്നത്? കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ലോകോത്തരമായി കേരളം എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തുള്ള നിറഞ്ഞ പുഞ്ചിരിയാണ് ഞാൻ കരുത്തായി മാറുന്നത്. ഈ മീനമാസത്തിലെ സൂര്യൻ ഇത്ര ചൂടുണ്ടായിട്ടും ഓരോ പാദങ്ങളും മുന്നോട്ട് വെക്കാൻ കരുത്താകുന്ന നിറഞ്ഞ പുഞ്ചിരി. ഒരാൾ പോലും ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് ഇടതുപക്ഷം തുടരണമേ എന്ന് ആഗ്രഹിക്കുന്ന എണ്ണം ഓരോ ദിവസം കഴിഞ്ഞാലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ദുഃഖമേ ഉള്ളൂ, അതെല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. 5 വർഷം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട 5 വർഷം എന്ന് പറയുന്നത് അത്യസാധാരണമാണ്. കാരണം മെഴ്സിക്കുട്ടി എം എസ് ഇവിടെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് 1400 കോടിയോളം രൂപയുടെ പ്രവർത്തികളാണ് ഇവിടെ നടന്നത്. ഇവിടെ ഇപ്പോഴത്തെ ജനപ്രതിനിധി ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചതേയില്ല. അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ചില പാട്ടുമൊക്കെ പാടി കടന്നു പോകുന്നതല്ലാതെ ചോദ്യങ്ങളുടെ മുന്നിൽ അരി എത്രയെന്ന് ചോദിക്കാൻ പയറഞ്ഞായി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്.